നിങ്ങൾ എല്ലാവരും ഈ വണ്ടി നമ്പർ ഓർത്ത് വെച്ചോ. KL11BM 2224. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. സാറേ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം. ഗതാഗത മന്ത്രി സാറേ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം. പിന്നെ വാഹന പ്രേമികളെ, നിങ്ങൾ ഈ വീഡിയോ കാണുക. നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ചെയ്തിരിക്കുന്ന ടോട്ടൽ ലോസ് വണ്ടിയുടെ തട്ടിപ്പ് വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന ഒരു കമന്റ് ആണ്. എന്റെ ഒരു വണ്ടി 2023 ടോട്ടൽ ലോസ് ആയി. ഇൻഷുറൻസ് കമ്പനി ഒരു സ്ക്രാപ്പ് എടുക്കുന്ന ആളെ ഏർപ്പാടാക്കി. അവരും ഇൻഷുറൻസ് കമ്പനിയും ചേർന്ന് 4 ലക്ഷം രൂപ എനിക്ക് തന്നു. വണ്ടി കൊണ്ടുപോയി. ഇപ്പോൾ ആ വണ്ടി മറ്റാർക്ക് വിറ്റിട്ടുണ്ട്. മിക്കവാറും എയർ ബാഗുകൾ ഒന്നും റീപ്ലേസ് ചെയ്യാതെയാവും ആക്സിഡന്റ് നടന്നപ്പോൾ ഡ്രൈവർ, കോ പാസഞ്ചർ, കട്ടൻ എയർ ബാഗുകളെല്ലാം വെളിയിൽ വന്നതാണ്. അന്ന് സർവീസ് സെന്ററിൽ നിന്നും കിട്ടിയ എസ്റ്റിമേറ്റ് 3,97,000 രൂപയായിരുന്നു. അതായത് 4 ലക്ഷം രൂപ IDV ഉള്ള വണ്ടിക്ക് 3,97,000 രൂപയുടെ എസ്റ്റിമേഷനാണ് ക്ലാസിക് ഹുണ്ടായി എന്ന് പറയുന്ന ഓതറൈസ്ഡ് ഹുണ്ടായി ഡീലർഷിപ്പ് കൊടുത്തിരിക്കുന്നത്. വണ്ടി നമ്പർ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് KL11BM 2224 i20 ആസ്റ്റ ഓപ്ഷൻ 2018 മോഡൽ. ഞങ്ങൾ ഈ കമന്റ് ഇട്ട ആളുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സുകൾ തന്നു. അത് പ്രകാരം ഇൻഷുറൻസ് കമ്പനി 2,63,000 രൂപയ്ക്ക് സ്ക്രാപ്പ് വാല്യൂ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണിത്. SBI ജനറൽ ആയിരുന്നു അതിന്റെ ഇൻഷുറൻസ് കമ്പനി. ഈ വീക്ക് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രാപ്പ് വാല്യൂ ആണ്. അതായത് സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു വാഹനം. ഈ കമന്റ് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ആവേശമായി. കാരണം നിലവിൽ ഈ വാഹനം ഉപയോഗിക്കുന്ന ആൾ ഇതൊരു ടോട്ടൽ ലോസ് വണ്ടിയാണെന്ന് അറിഞ്ഞിട്ടാണ് ഈ വാഹനം എടുത്തിരിക്കുന്നത്. അത് ഞങ്ങൾക്കൊന്ന് അറിയണം. ഞങ്ങൾ അങ്ങനെ പോയി നോക്കുന്ന ടൈമിൽ ഈ വാഹനത്തിന്റെ ഓണർ എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യനാണ്. അത് ഈ വാഹനം മേടിച്ചിരിക്കുന്നത് 6 ലക്ഷം രൂപയ്ക്കാണ്. അതിൽ 4 ലക്ഷം രൂപ ലോണുമാണ്. ഇതിൽ ഏറ്റവും വേദനയുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ഫാമിലിയായിട്ട് സംസാരിച്ച ടൈമിൽ അവർ പറയുന്നത് എന്താണെന്നറിയോ? എന്ത് ചെയ്യാനാ, ഞങ്ങളൊരു വണ്ടി എടുത്ത് പെട്ടുപോയില്ലേ, അത് സഹിക്കന്നെ, ഞങ്ങൾ അതായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെടാന്നാണ്. സത്യം പറഞ്ഞാൽ വാഹനം ഉപയോഗിക്കുന്ന ഒരാൾക്ക് എന്താണ് ടോട്ടൽ ലോസ് വണ്ടി എന്ന് പോലും അറിഞ്ഞൂടാ. സാർ, MD സാർ കേൾക്കുന്നുണ്ടോ? ഗതാഗത മന്ത്രി സാർ കേൾക്കുന്നുണ്ടോ? കേരള MVDന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരുപാട് നന്മമരം വീഡിയോസ് ഇടുന്ന MVD സാറന്മാരെ അടുത്ത് ചോദിക്കാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഒരു കാറിന്റെ ടയർ അപ്സൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സേഫ്റ്റിനെ ബാധിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് നന്മമരം വീഡിയോസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്തരം ടോട്ടൽ ലോസ് വണ്ടികൾ റോഡിൽ ഇറങ്ങുന്ന ടൈമിൽ ഒരു അപകടത്തിൽ പെടുകയാണെങ്കിൽ എയർ ബാഗ് ഓപ്പൺ ആവുമോ? ABS ഫെയിലിയർ ആവുമോ? ഞാൻ ചോദിക്കാൻ നിങ്ങളുടെ അടുത്ത്. കോഴിക്കോട് ബീച്ചിൽ ഒരു വാഗണർ തീ പിടിച്ചിട്ട് അത് ഡ്രൈവ് ചെയ്ത ആൾ മരിച്ചിട്ടുണ്ടായിരുന്നു. സീറ്റ് ബെൽറ്റ് സ്റ്റക്കായി പോയി. ആ വണ്ടി 2018 ഫ്ലഡിൽ, അതായത് നമ്മുടെ മലപ്പുറം പൊന്നാനി ഈശ്വരമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന ഒരു വണ്ടിയായിരുന്നു. പക്ഷെ നിങ്ങൾ അതിന് കൊടുത്തിരിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ആണ് തീപിടുത്തത്തിന് കാരണം. സാറേ, ഈ ടോട്ടൽ ലോസ് വണ്ടികൾ ഇങ്ങനത്തെ ഉടായ്പ പണികൾ ഇറക്കിയിട്ടാണ് റോഡിലേക്ക് ഇറങ്ങുന്നത്. അത്തരം വണ്ടികൾ കത്തുന്ന ടൈമിൽ അതിനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ്. ഒരു റോഡിലോടുന്ന ഒരു വാഹനത്തിന്റെ ഫിറ്റ്നസ് ഉറപ്പ് വരുത്തേണ്ടത് ആരാണ്? മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അല്ലേ? അല്ലാതെ ഇവിടുത്തെ വാട്ടർ അതോറിറ്റി അല്ലല്ലോ, ഇവിടുത്തെ ദേവസ്വം വകുപ്പ് അല്ലല്ലോ. നിങ്ങളുടെ പണി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ? ഇതിനു മുമ്പ് ഞാനൊരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നില്ലേ? ഇത്തരം ടോട്ടൽ ലോസ് വണ്ടികളും കസ്റ്റഡി ടോട്ടൽ ലോസ് ചെയ്യുന്ന വണ്ടികളും പരിവാഹൻ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി അയച്ച നോട്ടീസിൽ നിങ്ങൾ ഇന്നേ വരെ മറുപടി തന്നിട്ടുണ്ടോ? ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇങ്ങനത്തെ ചെറ്റത്തരങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അവർക്ക് നിങ്ങളുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ പട്ടി വരെ ഉള്ളതുകൊണ്ടല്ലേ, അവർക്ക് പുല്ല് വരെ ഉള്ളതുകൊണ്ടല്ലേ അവർ ഇത്തരം തോന്നിയാസങ്ങൾ നമ്മുടെ നാട്ടിൽ കാട്ടിക്കൊടുക്കുന്നത്. ഇത് നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ കണ്ട് രസിക്കുക. നിങ്ങൾ കുറെ നന്മമരം വീഡിയോസ് മാത്രം പോസ്റ്റ് ചെയ്യുക. ഇതല്ല ജനങ്ങളെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നം. എന്റെ പ്രിയപ്പെട്ട വാഹന പ്രേമികളെ, ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ഗതാഗത മന്ത്രി സാറേ, നമ്മുടെ MVD സാറേ, നിങ്ങളൊക്കെ ഇത് കാണുന്നില്ലേ? നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി ഇതിനെടുക്കൂ. നമോ ഭാഗം.